നാല് വർത്താനം പറ മനുഷ്യ. ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഏതാണ്ട് 10 വർഷമായിട്ട് സമരം ചെയ്തിരുന്നതാണ്. പോലീസുകാരും പാർട്ടിക്കാരും വേറെ ആളുകളെ വിട്ട് സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക, അടിക്കുക. അവർ നമ്മളെ അവധി ദിവസങ്ങളിൽ അധികം രാത്രി സമയങ്ങളിലൊക്കെ ആളില്ലാത്ത സമയത്ത് ഇവർ സ്ഥിരമായിട്ട് വേറെ ആളുകളെ വിട്ട് ഇവരുടെ കസ്റ്റഡിയിലുള്ള പോലീസുകാരുടെയൊക്കെ പരിചയമുള്ള അവർക്ക് ഈ ക്രിമിനലുകളെ വിട്ട് നമ്മളെ പല രീതിയിൽ ഉപദ്രവിക്കുക. എന്നിട്ട് നമുക്കെതിരെ കേസെടുക്കുക. അപ്പോൾ ഇവരുടെ ഭയങ്കരമായ ഉപദ്രവം കാരണം അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോലും ഇവിടെ ഒരു മനുഷ്യൻ്റെ യാതൊരു രീതിയിലുള്ള സംരക്ഷണവും ഇല്ലാത്തതുകൊണ്ട് പോലീസുകാർ കാരണം, പോലീസും ഗവൺമെൻറ്റും ഒക്കെ കാരണം, ഇവരുടെ അനീതി കാരണം ഞാനിപ്പോൾ തെരുവിലിങ്ങനെ നടന്നുകൊണ്ട് പരമാവധി ആളുകളടുത്ത് പറയാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ പോലീസും ഗവൺമെൻറ്റും കാരണം ജീവിക്കാൻ പറ്റില്ല, ഇവരുടെ അനീതിയും ദ്രോഹവും കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാരണം ഞാനിങ്ങനെ റോഡിലൂടെ ഒരു പ്രതിഷേധം നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ല, ഈ നടന്ന നമ്മുടെ ഈ സഹോദരൻ്റെ കൊലപാതകത്തിൽ ഇത് അടുത്ത് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അതിന് എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും പറ്റില്ല. ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണം. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റാരെങ്കിലും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ കേസിൻ്റെ നിയമപരമായിട്ട് അടുത്ത സ്റ്റെപ്പ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അതിഭീകരമായൊരു കൊലപാതകമാണ്. ഈ ചെയ്തിരിക്കുന്നത് പോലീസും ഈ കോടതിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ്. പ്രധാന പ്രതികൾ പോലീസുകാരാണ്. ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ മറ്റു പലരും കൂട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേസിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ബന്ധപ്പെടാൻ നമ്പർ പറ. സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ബന്ധപ്പെടട്ടെ. എൻ്റെ നമ്പരെന്ന് പറയുന്നത് 96 33 76 78 67 9633767867. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. അപ്പോൾ ഇതിൽ മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. മാധ്യമങ്ങളുടെ ഒരു ആത്മാർത്ഥമായ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുക. ഇന്നതാണ് സംഭവം. ഈ വിഷയത്തിൽ തന്നെ ഈ നടന്ന സംഭവത്തിൽ ഒരു അന്വേഷണമോ നിയമ നടപടികളോ ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി കൊല്ലപ്പെട്ട വ്യക്തിക്ക് നീതി നടപ്പിലാക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അതിനെ സപ്പോർട്ട് ചെയ്യാം.